نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റമുണ്ടാവുക. കേട്ടതുകൊണ്ട് മാത്രമല്ല എന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ഖുത്ബക്ക് മുമ്പായി നമ്മൾ സൂചിപ്പിച്ചത്. ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട, ആത്മപരിശോധന നടത്തേണ്ട വിഷയം എന്താണ്? നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടതും ആത്മകഥ നടത്തേണ്ടതും എന്തിനെക്കുറിച്ചാണ്? ഒരൊറ്റ വിഷയമാണ്. അത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്നതിനെക്കുറിച്ചാണ്. ഇത് വ്യക്തിപരമാണ്. ഇത് എൻ്റെ ഭാര്യയുടെ ജീവിതം, എൻ്റെ വാപ്പാന്റെ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം, അത് രണ്ടാമത്തതാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പിന്നീട് സംസാരിക്കാം. പക്ഷെ ഈ പള്ളിയിലിരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും വ്യക്തിപരമായി ലോകത്തെ ഏറ്റവും കൂടുതൽ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നടത്തേണ്ട ആത്മപരിശോധന, ഞാൻ ഇപ്പോൾ ജീവിക്കണ ഈ ജീവിതം, ഇപ്പൊ നമ്മൾ ഈ പള്ളിക്ക് ഒരുമിച്ച് കൂടിയ ഇപ്പോഴുള്ള ജീവിതം ഉണ്ടല്ലോ, ഈ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇതുവഴി അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം കിട്ടോ, അല്ല അള്ളാഹുവിന്റെ വെറുപ്പിന് വിധേയമായിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ട ഏറ്റവും വലിയ പരിശോധന. അത് തിരിച്ചറിയാനുള്ള മാർഗം എന്താ? അത് അള്ളാഹ് പറയണ്ടേ? പക്ഷെ നമുക്ക് തിരിച്ചറിയാനൊരു മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. അതെന്താണെന്നറിയോ? നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുക നമ്മുടെ ജീവിതം പടച്ചോൻ ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആശയമായി നൽകിയതേ നമ്മൾക്ക് മരണത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിയാൽ മതി എന്നാണ്. ഇവിടെ പ്രവാചകന്റെ ഒരു വചനം സഹാബാക്കൾ പറയണതുണ്ട്. അൽ മുഅ്മിനു ലാ യഖാഫുൽ മൗത ബൽ യഈശു മുസ്തഇദ്ദൻ ലഹു. ഒരാള് അള്ളാഹുവിന് പ്രിയപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് പരമാവധി അവനവനെ കൊണ്ട് കഴിയുന്ന സൂക്ഷ്മതാബോധത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവന് സ്വന്തം മരണത്തെക്കുറിച്ച് വലിയ ആവലാതിയോ ബേജാറോ ഉണ്ടാവില്ല. എന്നാൽ ഉടനെ പറയാൻ വൽ കാഫിർ, എന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊക്കെ അറിയാം, ആണാകട്ടെ പെണ്ണാകട്ടെ, പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം ആ ദീനിനെയെല്ലാം ഒഴിവാക്കി ജീവിക്കണ ഒരാൾക്ക് യർതഇദു ഖൗഫൻ മിനൽ മൗതി ബിലാ ഇസ്തിഅദാദ്, അയാൾക്ക് അയാളുടെ മരണം ആലോചിക്കുമ്പോൾ തന്നെ ബേജാറും വെപ്രാളവും ഉണ്ടാകും. ഇതാണ് മാനദണ്ഡം. നമ്മൾക്ക് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്?
അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ജുമഅ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കെന്തോ ഒരു അസ്വസ്ഥത പറ്റി, ആശുപത്രിയിൽ നമ്മളെ കൊണ്ടുപോയി എന്ന് വെക്കുക. ഇപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറയണത് നമ്മൾ കേട്ടു, നിങ്ങൾ പെട്ടെന്ന് മഞ്ചേരിക്കോ മെഡിക്കൽ കോളേജിക്കോ കൊണ്ടുപോകണം. നമ്മളെ പറ്റി, ബാപ്പാനെ പറ്റി ആലോചിക്കണ്ട, നമ്മളെ പറ്റി നമ്മൾ കേൾക്കുമ്പം പടച്ചോനെ ഏകദേശം ഞാൻ അവസാനിക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യം വരുമ്പം, അല്ലാഹുവേ ഞാൻ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് നീ എനിക്ക് സ്വർഗം നൽകണമേ എന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിലുണ്ടോ? ഇൻഷാ അള്ളാഹു നമുക്ക് സ്വർഗം തരും. അല്ല, ഡോക്ടർ അതിങ്ങനെ പറയുമ്പം പടച്ചോനെ ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ എന്നത് നമ്മുടെ മനസ്സിലെ ബേജാറാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതാണ്. സോ എന്തുകൊണ്ടാണ് വിശ്വാസിയായ ഒരു മനുഷ്യന് അയാളുടെ മരണം സമാധാനവും സന്തോഷവുമാണ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമുള്ളൂ, ഈ ദുനിയാവിലൊരു വിശ്വാസിയുടെ ജീവിതം നല്ല ഇടങ്ങേറാണ്. പ്രവാചകന്റെ ഹദീസ് എന്തറിയോ? അദ്ദുനിയാ, ദുനിയാവിലെ ജീവിതം സിജ്നുൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് ജയിലിലിട്ട ഒരു കുറ്റവാളിയെ പോലെയാണ്. ശരിക്ക് ഒരു വിശ്വാസി മാത്രമേ ഈ ദുനിയാവിൽ ഇത്ര ടെൻഷൻ അനുഭവിക്കുള്ളൂ, ഉറപ്പാണ്. കാരണം നമ്മൾക്ക് എത്രയോ നിയമങ്ങളാണ്. എല്ലാവരും എഴുന്നേൽക്കണ പോലെയല്ല, നമ്മൾ അലാറം വെച്ച് എഴുന്നേൽക്കണം. എല്ലാവരും പൈസ ചെലവാക്കണ പോലല്ല, അള്ളാഹ് പറഞ്ഞ മാനദണ്ഡത്തിലൂടെ പൈസ ചെലവാക്കണം. ആ കിട്ടണ പൈസ ഇഷ്ടം പോലല്ല, അതിൽ ഇത്ര ശതമാനം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യണം. നമ്മൾ എല്ലാവരെയും പോലെയല്ല, പല ബന്ധങ്ങളും ഇങ്ങോട്ട് തെറ്റിയാലും സലാം പറയുന്ന ബന്ധമായിട്ടെങ്കിലും നിലനിർത്തണം. ഇതൊന്നും ബാക്കിയുള്ളവർക്ക് ബാധകമല്ല. ഇങ്ങനെ ജീവിക്കുന്നൊരു വിശ്വാസി, ശരിക്ക് ദുനിയാവിൽ ഒരു വിശ്വാസി ദീനിയായി ജീവിക്കുകയാണെങ്കിൽ അയാൾ ആക്ഷേപത്തിന് വിധേയമാകും, കളിയാക്കലയാക്കുണ്ടാകും, കുറ്റപ്പെടുത്തലുണ്ടാകും. ആൾക്കാർ ചീത്ത വരെ പറയും ദീനിയായി ജീവിച്ചതുകൊണ്ട്. തൗഹീദുള്ള നാടാണല്ലോ നമ്മളെ നാട്, നമ്മുടെ നാട്ടിൽ വരെ ഇത് അനുഭവിക്കും, പിന്നെ ബാക്കിയുള്ള നാടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു 5-8 അല്ലെങ്കിൽ 4-5 യുവാക്കൾ, നമ്മുടെ മക്കൾ, ഞാൻ ഇവിടെ കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ യുവാക്കൾ പറയാൻ, നമ്മുടെ കൂട്ടത്തിൽ നമ്മളൊരു 4-5 ആൾക്കാർ ഇവിടുന്ന് ടൂർ പോവുകയാണ്. നമ്മളെ ഗ്യാങ്ങിനെ പറ്റി ആലോചിച്ച് നോക്കി, ടൂർ പോവുകയാണ്. അപ്പൊ എല്ലാ സന്തോഷമുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാൻ, എടാ നമ്മളെ കളിചിരികൾക്കിടയിൽ നമുക്ക് ളുഹുർ അസറൊക്കെ ഒന്ന് ജമ്മാക്കി നിസ്കരിക്കണം കേട്ടോ എന്ന് വളരെ സന്തോഷത്തിൽ അവൻ പറഞ്ഞാൽ, ആ വാഹനത്തിൽ അവൻ നേരിടാൻ പോകുന്നത് എന്താണ്? അവൻ നേരിടാൻ പോണെന്ന് അറിയോ? കളിയാക്കലാണ്. വെള്ളിയാഴ്ചത്തെ കുത്തുബന്റെ പുറമെ ഇപ്പൊ വണ്ടിയിൽ കുത്തു തുടങ്ങിയോ? ഓനോടാ ഫസ്റ്റ് ചോദ്യം. വെള്ളിയാഴ്ചത്തെ മൗലവിന്റെ കുത്തുബന്റെ പുറമെ രണ്ടാം കുത്തുബ വണ്ടിന്നായോ? ടൂറിന്റെ ഇടക്ക് പായത്തോ ദിവസം കേൾക്കേണ്ടി വന്നോ? എന്നിട്ട് വേറെ 2 ആൾക്കാർ ഒന്നിച്ചെന്ന് പറയും, ഞാൻ ആദ്യം പറഞ്ഞു ഓനൊന്നും കൂട്ടി പോണ്ട. സോ അവൻ എന്താ പറഞ്ഞത്? ടൂറ് പോണ്ടെന്നാണോ? അല്ല. രസം വേണ്ടെന്നാണോ? അല്ല. എടാ നമ്മൾ ഈ പോകുന്നവരുടെയിൽ നമ്മൾ പരലോകത്ത് ആദ്യമായിട്ട് ചോദ്യം ചെയ്യണം, നിസ്കാരത്തെ വിഷയത്തിൽ കാഫറായി മരിക്കണ്ടട്ടോ, അവർക്കു കൂടി സ്വർഗം കിട്ടുന്ന കാര്യം വിനയമായി നല്ല രൂപത്തിൽ പറയുന്ന ഒരാൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ കിട്ടുന്നത് ആക്ഷേപമാണ്. ഇതൊരു വിശ്വാസിക്ക് മാത്രമേ ഈ ദുനിയാവെന്ന് കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ പള്ളിക്കും ക്ലാസ്സിനും സമ്മേളനത്തിനും ലേണിംഗ് ക്ലാസ്സിനും ഒക്കെ ഹിജാബ് ധരിക്കണ കുടുംബത്തിലെ സഹോദരിമാരാണ്. അന്ന് ഔറത്ത് മുഴുവൻ ഏകദേശം വെളിവാക്കിയിട്ട് ഇങ്ങനെ വരുന്നത് നാട്ടുകാരെ കാണിക്കാനാണ്, വേറൊന്നും അജണ്ടല്ല. അല്ലാതെ അവനാൻ 2 കുട്ടികൾ വരുമ്പോ രണ്ടാമത് കെട്ടിക്കാനല്ലല്ലോ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഔറത്ത് വെളിവാക്കുന്നത്. അല്ല, നാട്ടുകാർക്കിടയിൽ കാണിക്കാനാണ്. ശരി, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹോദരി അവരോടൊന്നും പറയാതെ അവൾ ഹിജാബ് ധരിച്ച് മാന്യമായി വന്നാൽ ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകളും കൂടിയിട്ട് എന്താ സൗങ്ങളെ പറയേണ്ടത്? നോക്കടി, നമ്മളൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പടച്ചോന്റെ ദീന് വെച്ച് കഴിച്ചപ്പോഴും നമ്മളെ കൂടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മൂത്തമ്മാന്റെ കുട്ടി ശരിക്ക് പടച്ചോന്റെ ദീനനുസരിച്ച് ജീവിക്കണോളാണല്ലോ എന്ന് അവളെ അങ്ങോട്ട് അഭിനന്ദിക്കുന്നതിന് പകരം കൂട്ടങ്ങനെ കൂടിയിട്ട് ഇതൊക്കെ കുറച്ച് ഓവറാട്ടോ. ഏതായാലും ഞങ്ങള് ദീനിയായി ജീവിക്കുന്നത് ഓവറാണ്. ആരാ പറയണത്? ജുമഅക്ക് വരുന്നോല് പറയാൻ, ഞാൻ പറയാണ്. ആരെക്കുറിച്ച് പറയാൻ? ദീനിയായി ജീവിക്കുന്നതിനെ പറ്റി പറയാൻ. ആൾക്കാരുടെ ഒരു മുത്തക്കിയാകാനും
ആളാകാനും വേണ്ടി ഇന്നിപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ഇടുമ്പം ഓളായിട്ട് മാറ്റിടുന്നു. അവളെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരികയാണ്. ദീനിയായി ജീവിക്കണ ഒരാൾ കുടുംബത്തില്, നാട്ടില്, സ്ഥാപനത്തിലൊക്കെ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടുകൊണ്ടേയിരിക്കും. ഉറപ്പാണ്. നാട്ടിലെ പലരും പരലോകത്തെ പോലും ചിന്തിക്കാതെ, പരലോകത്തുനിന്ന് പോലും ചിന്തിക്കാതെ ഒരു വാഹനം വാങ്ങണം. കയ്യിൽ 5 ലക്ഷം ഉള്ളത് ഏട്ടനോടും ബാക്കിയോടും കുറച്ച് കടം വാങ്ങിയിട്ട് ഒരു 7 ലക്ഷമാക്കി, ശരി, തിരിച്ചു വീട്ടാനുള്ള വകുപ്പുണ്ട്. എന്നാൽ നാട്ടിലത്തെ പലരുണ്ട് കയ്യിൽ 5 ലക്ഷമാണ്. എന്നിട്ടോ അവൻ പലിശക്കെടുത്തിട്ട് 12 13 ലക്ഷത്തിന് വണ്ടി വാങ്ങുമ്പോ നമ്മളോടും പറയാണ്, എന്ത് എടാ 13 ലക്ഷത്തിന്റെ ഒക്കെ വാങ്ങിക്കോ. അപ്പൊ അവൻ പറയാണ്, എടാ പലിശക്കെടുത്തിട്ട് വാങ്ങാൻ വയ്യ. കൂട്ടം കൂട്ടിട്ട് എന്താ പറയോ, ഓനൊന്നും നേരം വെളുത്തിട്ടില്ലടാ, ഓനക്കെപ്പോഴും ആ കുണ്ട് തന്നെയാണ്, ഓൻ മദ്രസ വിട്ടിട്ടില്ല. സോളെ പടച്ചോന് വെറുപ്പുള്ളൊരു കാര്യത്തിൽ നിന്ന് ഒഴിവായാൽ പോലും ഈ നാട്ടിൽ നമ്മുടെ വിശ്വാസികൾക്കിടയിൽ, ആളുകൾക്കിടയിൽ ഒരു വിശ്വാസി കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കാൻ. ദുനിയാവ് അങ്ങനെയാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ കേൾക്കുമ്പോ അയാൾക്ക് സങ്കടം ഉണ്ടാവൂലേ? വിശ്വാസിക്ക് സങ്കടം ഉണ്ടാവും, ഇടങ്ങറുണ്ടാവും. മനുഷ്യനാണ്, അയാൾ സങ്കടപ്പെടും, ചിലപ്പോ കരയും, ചിലപ്പോ അള്ളാനോട് ആവലാതി പറയും. പക്ഷെ അയാളുടെ മനസ്സിൽ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ. എന്താ കാര്യം എന്നറിയോ? ഫഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഞാൻ അള്ളാഹിൽ വിശ്വസിച്ച് അള്ള പറഞ്ഞ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യുമ്പം യുവഫീഹിം ഉജൂറഹും, പടച്ചോൻ ഇതിനെല്ലാം മരിച്ചതിനു ശേഷം എനിക്ക് കൂലി നൽകും. ആ വാചകം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. എനിക്ക് പടച്ചോൻ മരിച്ചതിന് ശേഷം ഇതിനൊക്കെ അള്ള കൂലി നൽകും. വയസീദുഹും മിൻ ഫളലി, പടച്ചോൻ ഇതിന് അവന്റെ ശ്രേഷ്ഠത വഴി വർദ്ധിപ്പിച്ച് ഞാനടിച്ച ടെൻഷന് വരെ, ഞാൻ കേട്ട കുത്തുവാക്കുകൾക്ക് വരെ അള്ളാഹു എനിക്ക് സ്വർഗമായി, പ്രതിഫലമായി സ്വർഗം നൽകും മരിച്ചതിന് ശേഷം എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഒരു വിശ്വാസി ദുനിയാവിൽ ജീവിക്കുക. മരിച്ചതിന് ശേഷം കൂലിട്ടും. ഞാൻ വളരെ അത്ഭുതത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ദർശനങ്ങളെ, നമ്മൾ തൗഹീദിലുള്ള ആൾക്കാരാണല്ലോ. നമ്മുടെ നാട്ടിൽ വരെ നമ്മൾ ആക്ഷേപിക്കുന്ന വാക്കുകൾ ആർക്കെതിരെ ആക്ഷേപിക്കല്? ഓൻ ഖുർആന്റെ നടുക്കണ്ടാണ്, ഓള് മുസ്ഹഫിനെ ചുറ്റിപ്പോയി ജീവിക്കാണ്, ഒരു പരലോക ജീവിയാണ്, ഒരു മൈസറ കുടുംബാണ്. ഇതൊക്കെ ഈ നാട്ടിലത്തെ കുടിയന്മാരെ പറ്റി നമ്മൾ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഈ നാട്ടിൽ അങ്ങാടി കൂടെ അലമ്പുണ്ടാക്കി ജീവിക്കണം. പള്ളിക്കൊക്കെ ഒരാൾ തള്ളിയിട്ടാ പോലും വരാത്ത ഒരാളെ പറ്റിയിട്ട് ഓൻ കുറച്ച് ഓവറാട്ടോ എന്ന് പറയലില്ലല്ലോ. ഇത്രയൊന്നും വേണ്ടട്ടോ എന്ന് ഈ നാട്ടിൽ അവനാന്റെ ജീവിതത്തിൽ കുടുംബക്കാർക്ക് പോലും ₹1 കൊടുക്കാതെ അങ്ങേറ്റം പിശുക്കനായി ജീവിക്കണ കോടീശ്വരന്മാരെ പറ്റി നാട്ടിന് അഭിപ്രായമില്ലല്ലോ. പള്ളിക്കൊക്കെ നേരത്തെ 5 വക്തിൽ ജമാഅത്തിനെന്ന ഓവറാണെന്ന് നമ്മൾ പറയാണ്. ആർക്കാ പിഴവറിച്ചോങ്ങളെ? നമ്മുടെ ദീനിന്റെ കുറവാണ്. പക്ഷെ ഇത് ആക്ഷേപം കേൾക്കേണ്ടി വരും വിശ്വാസി. ആ വിശ്വാസി അപ്പോഴും തീരുമാനിക്കണം. എന്താ അറിയോ? ആൾക്കാർ പറയട്ടെ, സാരല്ല, ഇൻഷാ അല്ലാഹ് അവർക്ക് ഭാവിയിൽ ഹിദായത്ത് കിട്ടും. പക്ഷെ അവൻ മനസ്സിൽ ഉറപ്പിക്കാൻ, എനിക്ക് ഖബറിൽ അള്ളാഹുവിന്റെ പക്കൽ വെളിച്ചമുണ്ടാകണം, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കണം, അർശിന്റെ തണൽ കിട്ടണം, സിറാത്ത് പാലം ഇടിമിന്നൽ വേഗതയിൽ മുറിച്ചു കടക്കാൻ എനിക്ക് കഴിയണം, എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാൻ കഴിയണം, അള്ളാഹുവിനെ കാണാൻ കഴിയണം. ഇതൊക്കെ മരിച്ചതിന് ശേഷമാണ്. അവൻ ഈ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവനും അവളും കേൾക്കുമ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ, അവളുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് മരിച്ചതിന് ശേഷം അള്ളാഹു ഇതിന് കൂലി തരുന്നാണ്. ആ കൂലി കൊടുക്കാൻ, ക്ഷമിച്ചതിന്, നന്ദി കാണിച്ചതിന്, പടച്ചോൻ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്തതിന്, ദീനിയായി ജീവിച്ചതിന് അയാൾക്ക് അള്ളാഹു കൂലി കൊടുക്കാൻ അയാളെ കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിനാണ് വിശ്വാസിന്റെ മരണം എന്ന് പറയാ. കൂലി എടുക്കാൻ വേണ്ടി അള്ളാഹു അയാളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് മൗത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ നമ്മൾ കേട്ട് 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 ആവർത്തിച്ച് കേട്ട ഹദീസ് ആയത്ത് അങ്ങനെ തന്നെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, സമാധാനത്തിൽ, സ്വസ്ഥതയിൽ, ശാന്തമായി അള്ളാന്റെ അടുക്കലേക്ക് വരൂ. കൂലി തരാൻ വേണ്ടി അള്ള വിളിക്കാണ്. ഖബറിൽ തണുപ്പ് തരാൻ വേണ്ടി അള്ള വിളിക്കാണ്. വലത്തെ കയ്യിൽ ഗ്രന്ഥം തരാൻ വേണ്ടി അള്ള വിളിക്കാണ്. അർശിന്റെ തണൽ തരാൻ വേണ്ടി അള്ള വിളിക്കാണ്. പ്രവാചകനെ കാണാൻ വേണ്ടി അള്ള വിളിക്കാണ്. അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ള വിളിക്കാണ്. അല്ലാ തഖാഫു വലാ തസനു, ബേജാറാകണ്ടട്ടോ, ബുദ്ധിമുട്ടണ്ടട്ടോ, ബാക്കിയുള്ളവർ നീ മരിച്ചു എന്ന് പറഞ്ഞ് കരയുമ്പം സന്തോഷത്തിൽ, ആനന്ദത്തിൽ ചിരിച്ചോളുകട്ടോ, അള്ള സന്തോഷത്തിൽ കൊണ്ടുപോകാട്ടോ.
ഇതാണ് വിശ്വാസിന്റെ മരണം. വിശ്വാസിക്ക് പിന്നെ എന്തിനാ ബേജാറ്? വിശ്വാസിക്ക് ബേജാറ് അതുകൊണ്ടാ മരണത്തെ കുറിച്ച് ഇല്ലാത്ത. ചെയ്ത് വെച്ച അമലിന് കൂലി പരലോകത്താ പ്രതീക്ഷിക്കണ്. ആ കൂലി തരാൻ വേണ്ടി അള്ളാഹ് വിളിക്കുകയാണ്. പിന്നെന്തിനാ ബേജാറ്? കാരണം കൂലി പ്രതീക്ഷിച്ച് ജീവിക്കാണ്. നിങ്ങൾക്കറിയില്ലേ, അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത 4 ഖലീഫമാരില് ഒരാളല്ലാത്ത ബാക്കി 3 പേരും കൊല്ലപ്പെട്ടതാണ്. അതിൽ ഏകദേശം അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏകദേശം സമാനമായ രൂപത്തിൽ കൊല്ലപ്പെട്ടവരാണ്. അലി റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ടിട്ട് വയറ് കീറി കുടൽമാല പുറത്തേക്ക് വന്നു. സ്വാഭാവികമായി ബോധങ്ങനെ മിന്നിമറിഞ്ഞു. 2 കൈകൾ കൊണ്ടും കുടൽമാല വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് അവസാനമായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിൽ ഇങ്ങനെ ഒരു വാചകം കാണാം. എന്താ വാക്കെന്നറിയോ? നജാ അലി, അലി രക്ഷപ്പെട്ടു. നമ്മളാ വാചകം ഒന്ന് ആലോചിച്ച് നോക്കി. അനജാ അലി, അലി രക്ഷപ്പെട്ടു. എന്താ രക്ഷപ്പെട്ടു പറഞ്ഞാൽ എന്താ അറിയോ? ദുനിയാവ് കഴിഞ്ഞല്ലോ, സുബൈക്ക് പള്ളിയിൽ പോയിന്റെ കൂലി വാങ്ങാൻ ഞാൻ പോവുകയാണ്. ദുനിയാവ് കഴിഞ്ഞല്ലോ, ആൾക്കാരിന്നെ കളിയാക്കിയത് കഴിഞ്ഞല്ലോ. ദുനിയാവിലെ കട്ടപ്പാടും നൊമ്പരങ്ങളും ആക്ഷേപങ്ങളും പട്ടിണിയും പ്രാരാധവും കഴിഞ്ഞല്ലോ. മക്കളെ നോക്കിന് ബുദ്ധിമുട്ടുണ്ടേ, പക്ഷെ ആ നോക്കിന്റെ കൂലി വാങ്ങാൻ പോവുകയാണ്. കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴും ഉള്ളത് കൊണ്ട് സ്വതക്കൊടുത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടേനി, പക്ഷെ ആ സ്വതക്കൊടുത്തിന്റെ കൂലി വാങ്ങാൻ പോവുകയാണല്ലോ. അവനാനെ കൊണ്ട് കഴിഞ്ഞ രൂപത്തിൽ ഹജ്ജ് ഉംറയും ചെയ്തതിന് അന്ന് പ്രയാസമുണ്ടേനി, പക്ഷെ ആ പ്രയാസത്തിന് കൂലി വാങ്ങാൻ പോകുകയാണല്ലോ. നജാ അലി, അലി ഇതാ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് മുഅ്മിനിന്റെ മരണം. അതുകൊണ്ടാണ് വിശ്വാസിക്ക് മരിക്കുക എന്നുള്ളത് അയാൾക്ക് ബേജാറുണ്ടാകൂല എന്ന് പറയാൻ കാരണം. നമ്മളെ കുറിച്ച് ആലോചിക്കുക, അങ്ങനെയാണോ? ഇതിന്റെ നേർ വിപരീതാണ് മുസ്ലിമായി ജനിച്ചിട്ടും ദീനിനെ കുറിച്ച് അറിഞ്ഞിട്ടും സ്വന്തം അഹങ്കാരം കൊണ്ടും തന്നിഷ്ടം കൊണ്ടും ദീനിയായി ജീവിക്കാത്ത ഒരാളുടെ മരണം. അയാൾക്ക് മരിക്കുക എന്ന് പറയുന്നത് പേടിയ കാരം. നാട്ടിലത്തെ എല്ലാവരെ പറ്റി മുമ്പ് ചർച്ച ഉണ്ടാവും. നമ്മള് വാപ്പ മരിച്ചാൽ ഞങ്ങൾ എന്താ കാട്ടുക, എന്റെ കുട്ടികളെ ഞാൻ ജീവിച്ചിരിക്കെ മരിച്ചാൽ എന്താ സംഭവിക്കുക, പഠിച്ചോനെ പെണ്ണുങ്ങൾ മരിച്ചോ ഞാൻ ഒറ്റപ്പെടും, ഇതൊക്കെ ഒരു ചർച്ച ഉണ്ടാവും. ഞാൻ മരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് അയാൾ ആലോചിക്കില്ല. കാരണം അത്ര പേടി വേറൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടറിയോ? ദുനിയാവില് മുസ്ലിമായ ഒരാൾ താന്തോന്നിയായി ജീവിക്കാൻ എന്റെ അർത്ഥം എന്താ അറിയോ? ദുനിയാവില് പടച്ചോന്റെ നിയമത്തെ പറ്റി അറിഞ്ഞിട്ടും പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്തറിയോ? വഇദാ തുത്ല അലൈഹി ആയാതുനാ, ദീന് കേൾക്കും അറിയും. വല്ലാ മുസ്തക്ബിറൻ, അഹന്തോണ്ട് ഞാൻ ദീനിയായി ജീവിച്ച ഇവിടുത്തെ നാടൻ സാധാരണ മനുഷ്യന്മാരെ പോലെ ഞാനും ആകും. അങ്ങനെ ആകാൻ എനിക്കിഷ്ടല്ല. ഞാൻ തറവാടിയാണ്, ഞാൻ സംഭവമാണ്. അപ്പൊ ഇവിടെ സാധാരണ ദീനി അയച്ച എല്ലാവരും ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെയാണ്. അങ്ങനെ എനിക്ക് ആകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താണ്, പരലോകത്തെ തൽക്കാലം മറക്കുക, എന്നിട്ട് ഞാൻ വലിയ സംഭവമായിട്ട് ജീവിക്കുക. വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ, കേൾക്കാത്തവനെ പോലെ ഖുത്ബ കേൾക്കുന്ന മഹല്ലിൽ, മദ്രസയിൽ പഠിക്കുന്ന മഹല്ലിൽ ആൾക്കാരാകുക. കഅന്ന ഫീ ഉദ്നൈഹി വഖറ, ചെവിയിൽ ഒരു മൂടിയിട്ടവനെ പോലെ, ഒന്നും കേൾക്കാത്തവനെ പോലെ ആകുക. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായി ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് മുസ്ലിമായ താന്തോന്നി എന്ന് പറഞ്ഞാൽ. അയാൾ എന്ത് അറിയോ? ഈ ദുനിയാവിൽ എല്ലാ ദീനും അയാൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് നമ്മൾ ആലോചിക്കുക, ഈ നാട്ടിൽ വ്യഭിചരിക്കണ ഒരു മുസ്ലിം, ആണാകട്ടെ പെണ്ണാകട്ടോ, എന്താ ഭർത്താവിനെ ചതിക്കുക, ഭാര്യയെ ചതിക്കുക, ഇവിടുന്ന് ടൂർ പോകുമ്പോഴാകുക, അല്ലെങ്കിൽ സഹോദരിമാരാണെങ്കിൽ അവനാന്റെ കുടുംബത്തിലെ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ വീഡിയോ കോൾ വഴി അവനാന്റെ ഭർത്താവിനോട് പക വീട്ടാൻ വേണ്ടി അവിഹിതം ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ചെയ്യണ ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കണ്ടി, ഇതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടോ? അല്ല. വ്യഭിചാരം വലിയ പാപമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാ ചെയ്യണത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, മ്ലേച്ഛമാണ്, വഴികേടാണ്, കുടുംബം തകരും, മാനം പോകും, പരലോകത്ത് കുറ്റുണ്ടാകും. എന്തിനേറെ നഗ്നരായി അവനവന്റെ മാറിടങ്ങളിലൂടെ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട്, കൊക്കകൾ കൊണ്ട് സ്തനങ്ങളിൽ അള്ളാഹു ദ്വാരമുണ്ടാക്കി, ആ കൊളുത്തുകളിൽ അള്ളാഹു അവനെ കോർത്തിണക്കി അവസാനം നരകത്തിലേക്ക് പൂർണ്ണനഗ്നരായി ഇടും എന്ന ശിക്ഷയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്? അല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പടം നോക്കിയാൽ അതാണ് കിബിറ്.
അതാണ് കിബിർ. അതാണ് കിബിർ. അതാണ് വല്ല മുസ്തക്ബിർ എന്ന് പറഞ്ഞാൽ. കുടിക്കുന്ന ലഹരി ഉപയോഗിക്കണം. യുവാക്കളാകട്ടെ, കൂൾ ഉപയോഗിക്കുന്ന, ബിയർ ഉപയോഗിക്കുന്ന, പാൻപരാഗോ ബാക്കി മുകളിലേക്ക് ഉപയോഗിക്കുന്ന, MDM ഉപയോഗിക്കുന്ന, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷന് ആരും കാണാതെ സൈഡ് പോയിട്ടോ റൂമിൽ ആളുകളെ എടുത്തിട്ടോ ആരെങ്കിലും കാവൽ നിർത്തിയിട്ടോ ഓട്ടോറിക്ഷക്കാരനെ വീട്ടിക്ക് വരുത്തിയിട്ടോ ഉപയോഗിക്കുന്ന ഒരാൾക്കുണ്ടല്ലോ. ഇത് പടച്ചോ നിരോധിച്ച ഗുരുതരമായ തെറ്റാണ് എന്നറിയാത്ത ആരെങ്കിലും സൗങ്ങൾ ഇവിടെ ഉണ്ടോ? ഞാനൊക്കെ ആരെങ്കിലും എന്റെ കുട്ടികളുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അവനറിയാ എന്ത് പ്രവാചകൻ പറഞ്ഞതുവരെ തീരത്തുൽ ഖിബാൽ അയ്യുസ്ഖിയഹു മിൻ തീരത്തുൽ ഖിബാൽ, ശരീരത്തിന്റെ വൻകുടലും ചെറുകുടലും വെന്ത് കഷ്ടം കഷ്ടമായി പുറത്തേക്ക് വരുന്ന നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് അല്ലാഹു ചൂടാക്കി വെച്ച നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന രക്തവും ജലവും അവിടെ വായിലേക്ക് അല്ലാഹു ഒഴിച്ചു കൊടുക്കും എന്ന് അറിയാത്ത ഒരാളില്ല. പിന്നെന്തേ? ഹരം വേണ്ടേ? ഹരം വേണ്ട. ഇനാകി വീറാറിന് ബാക്കിയുള്ളവർക്കൊന്നും ഹരം കിട്ടാത്തോണ്ടല്ല, നിങ്ങൾക്ക് ഇതുകൊണ്ടേ ഹരം കിട്ടുള്ളൂ. നിങ്ങൾ ശൈത്താൻ തോന്നിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ നിസ്കരിക്കണ നോമ്പോക്കണൊക്കെ ഒന്നും ഹരം കിട്ടാതെ ജീവിക്കല്ല. നിങ്ങൾക്കായിട്ട് വേറെ ഹരമല്ല. പിന്നെന്താ പറയുക? ശൈത്താൻ പറയാണ്, എടാ ഇന്നതുകൊണ്ടേ ഹരള്ളൂ, ഇന്നതുകൊണ്ടേ ഹരള്ളൂ. അല്ല, നമ്മൾ സംഭവമായിട്ടല്ല പറയണെന്താ സോങ്ങളെ? ഹറാമ് ചെയ്ത് ജീവിക്കണ ഓരോരുത്തർക്കും ഇത് തെറ്റാണ് എന്നറിയാം, മനസ്സിലുണ്ടാകും. നാവ് കൊണ്ട് നമ്മൾ എത്ര ന്യായം പറഞ്ഞാലുണ്ടാകും. അങ്ങനെ ജീവിക്കണീന്റെ ഇടക്കൈകാരം അറ്റാക്കിന്റെ സ്വഭാവം തുടങ്ങുക. നെഞ്ചത്തേക്ക് 2 കല്ല് കയറ്റി വെച്ച വേദനങ്ങൾ വരും. ഷർട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പിഴിയുമ്പം ബക്കറ്റിലേക്ക് അരത്തൊട്ടി വെള്ളം വീഴാൻ മാത്രം വിയർപ്പ് അവനാന്റെ ഷർട്ടിൽ ഇങ്ങനെ ആയി. കണ്ണുകൂടെ ഇരുട്ടിങ്ങനെ കയറുമ്പോ ഇങ്ങനെ ബോധ്യപ്പെടും, പടച്ചോനെ മരിക്കാൻ പോവുകയാണല്ലോ, കുടിച്ചീന്റെ ബാക്കി ഇവിടെ ഉണ്ടല്ലോ, ഒളിച്ചീന്റെ ഹിസ്റ്ററി ഫോണിലുണ്ടല്ലോ, കൊടുക്കാത്ത സക്കാത്തിന്റെ കണക്ക് ഇവിടെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവന്റേക്കെന്ന് തട്ടിയെടുത്ത സമ്പത്തിന്റെ ബാക്കി അക്കൗണ്ടിലുണ്ടല്ലോ. നെഞ്ച് പടക്കും. വേണ്ട എന്ന് മനസ്സ് പറയും, പടച്ചോനെ കുറച്ചുകൂടി സമയം കിട്ടിക്കണമെങ്കിൽ നന്നാകാന്ന് പറയും. അല്ലാഹ് അനുവദിക്കൂല. പേടിക്കും, ബേജാറാകും, അലമുറയിടും. പക്ഷേ അള്ളാഹു ബാക്കിയുള്ളവർക്ക് അത് കേൾപ്പിക്കൂല. ഇതാണ് അവിശ്വാസിന്റെ മരണം എന്ന് പറഞ്ഞാൽ. അതാണ് ബേജാറുണ്ടാകാൻ കാരണം. അതാണ് ബേജാറുണ്ടാകാൻ കാരണം. പ്രവാചകന്റെ ഹദീസ് എന്തറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ്, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, മലക്കാൾ അങ്ങനെ പിടിക്കാന്നാണ്. പടച്ചോന് എതിരെയായി ജീവിച്ച മോശപ്പെട്ട വ്യക്തിയുടെ ആത്മാവേ, ഉഖ്രിജി ഇലാ സഖ്തിൻ മിനല്ലാഹി വഗളബിൻ, ഇനി ഇതിനേക്കാളും വലിയ സങ്കടങ്ങളുടെയും ശാപങ്ങളുടെയും കോപങ്ങളുടെയും തടവറയിലേക്ക് വരൂ എന്ന് അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ അതിശക്തമായി പിടിച്ചോണ്ടോ. ഈ ബേജാറോണ്ടാണ് മരണത്തെ പേടി. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ. നമ്മൾ പള്ളിന്റെ ഉള്ളിലാണ്. നമ്മൾ ഒരാളെ പറ്റി ആലോചിക്കണ്ട, നമ്മൾ വ്യക്തിപരമായിട്ട് ആലോചിക്കും. ഞാൻ മിമ്പർ വെക്കണ മൗലവി എന്ന് പറഞ്ഞ ഞാൻ ഈ ഖുത്ബ കഴിഞ്ഞ് വീട്ടിലെത്തി എനിക്കൊരു നെഞ്ചുവേദന വന്ന് മരിക്കാണ് എന്നറിഞ്ഞാൽ, പടച്ചോനെ ഇന്നെക്കൊണ്ടാകുന്ന രൂപത്തിൽ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ബാക്കി പടച്ചോനെ ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവെ നീ 100% ഹറാമാക്കിയ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം നിലനിൽക്കണില്ല, ഉണ്ടായിരുന്നു ഞാൻ തൗബ ചെയ്തിരിക്കണ്, നാഥാ നീ അതെന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് എനിക്ക് മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗം ഉണ്ടാവും. അതാ നബി പറഞ്ഞേ. അല്ല, ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് മരിക്കാൻ പേടിണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ള സോങ്ങളെ, പടച്ചോൻ ഇഷ്ടല്ലാത്ത അല്പമോ കൂടുതലോ തെറ്റിപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ട്. വേറൊരു ന്യായം ഇല്ല. നമുക്ക് മരിക്കാൻ പേടില്ലത് നമ്മൾ പോയ അവിടെ പെണ്ണുങ്ങളും കുട്ടികളും ഒറ്റക്കാൾ അല്ല സോങ്ങൾ. അത് വെറുതെ നമ്മൾ പറയാണ്, വെറുതെ പറയാൻ. ഞാൻ എന്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുള്ള 1-2 സംഭവം പറയാം. ജീവിതത്തിൽ അറിവില്ലാത്ത കാലഘട്ടത്ത് പലിശ കൊണ്ട് വീട് വെച്ച് അവസാനം ബോധം വന്ന് അത് വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ത്വരിതപ്പെടുമ്പം ഒരു കുടുംബത്തിലെ ഒരു വാപ്പിയമ്മ ഇന്നും എന്റെ മനസ്സിൽ അവരെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. വന്നിട്ട് പറഞ്ഞു, മൗലവി ഇത്ര ഗൗരവമാണിത് അറിയില്ല, പക്ഷെ അറിവില്ലാത്ത കാലത്ത് വാങ്ങിപ്പോയി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആകെ പ്രാർത്ഥിക്കേണ്ടത്, ഓർമ്മ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ഉംറക്ക് പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓർമ്മ വരികയാണെങ്കിൽ പലിശ ഞങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് അവസാനിക്കുന്നത് വരെ ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓർമ്മ വരുമ്പോ പ്രാർത്ഥിച്ചിരുന്നു. സോളെ അവസാനത്തെ പൈസയും വീടിയിട്ട് കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞ വാക്ക് ഇന്നും എന്റെ മനസ്സിലുണ്ട്. എന്താ അറിയോ? ഇനി മരിക്കാൻ എനിക്ക് ധൈര്യം മൗലവി,
എന്താ ധൈര്യം? അവസാനത്തെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വരിക അല്ല. പിന്നെ ഇതുവരെ എനിക്ക് പേടിയും ബേജാറും ഇനി മരിച്ചാലോ പിന്നെ പടച്ചോന്റെ മുന്നിലേക്ക് പോകാൻ ധൈര്യമല്ല നമുക്ക്. ഞാനടക്കം പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് പറയാൻ, നമ്മക്ക് മരിക്കാൻ പേടിണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മളെ പ്രശ്നം. പടച്ചോന്റെ മുന്നിൽ ഇങ്ങനെ കിതാബ് കൊണ്ട് വെക്കുമ്പം ഇതെന്താടാ അറിഞ്ഞിട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ലെങ്കിൽ പേടി തന്നെയാണ്. നാട്ടാരെ മുന്നിൽ നമ്മളെ എത്ര വലിയ ബടായി അറിയാണെങ്കിലും നമ്മുടെ മനസ്സിൽ പേടിയാണ്, ഉറപ്പാണ്. ഉറക്കം കിട്ടില്ല യുവാവ്, ഉറക്കം കിട്ടില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്, ധാരാളം ദാനധർമ്മം ചെയ്യും, പക്ഷെ ഉറക്കം ശരിയാണില്ല. ഒറ്റ കാര്യമാണ് ആ സഹോദരൻ രഹസ്യമായിട്ട് ചോദിച്ച്, എന്തെങ്കിലും പടച്ചോൻ ഇഷ്ടമല്ലാത്തത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ആവർത്തിച്ചിട്ട് ബോധപൂർവം ചെയ്യുന്നുണ്ടോ? അതിൽ കണ്ണിങ്ങനെ താത്തിയിട്ട് അശ്ലീല വീഡിയോകൾ പരമാവധി കിടക്കണിന് മുന്നിൽ കാണുന്നൊരു സ്വഭാവമുണ്ട്. അത് നിർത്തിയ ഉറക്കം വരും, സമാധാനം കിട്ടും. 6 മാസം ട്രീറ്റ്മെന്റിന് വരെ പോയി, അത്രയും ജീവിതവുമായിട്ട് അവൻ രോഗിയായി മാറിന്. നിർത്തി വന്ന് ജീവിതത്തിൽ പറഞ്ഞ വാക്ക് ഇതുപോലെയാണ്, മരിക്കാൻ ധൈര്യം കിട്ടി മോലി, മരിക്കാൻ. എന്താ മരിക്കാൻ? ജീവിതത്തിൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞു അല്ല, പിന്നെ പടച്ചോനെ കണ്ടുമുട്ടാൻ മനസ്സ് തൃപ്തിയായി. അത് പ്രവാചകന്റെ ഹദീസാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ഒരാൾ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ, അതിനൊരുങ്ങിയാൽ, അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കു ഇഷ്ടാണ്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആർക്കെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് പേടിയും ബേജാറും വെറുപ്പാണെങ്കിൽ, കരിഹല്ലാഹു ലിഖാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കും വെറുപ്പാണ്. സഹോദരങ്ങളെ, ആവർത്തിക്കുന്നു, നമ്മളോട് ചോദിക്കുക, ഞാൻ മരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാണോ അല്ല ഭയമാണോ? ഭയമാണെങ്കിൽ എനിക്കറിയാം എന്താണ് ഭയത്തിന് കാരണം. ആ തെറ്റിൽ നിന്ന് നമ്മൾ ഉടനെ മാറുക. ആരെയും കാത്തു നിൽക്കണ്ട, ആരുടെയും ന്യായീകരണത്തിനും കാത്തു നിൽക്കണ്ട. ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പം ഈ പറഞ്ഞ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹറാമായ കാര്യത്തിൽ നിന്ന് മാറിക്കണമെങ്കിൽ അവിടെ ഉടനെ സ്റ്റോപ്പാക്കുക, ഒഴിവാക്കുക. കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക. അവിഹിതമായി കൈവശപ്പെടുത്തിക്കണമെങ്കിൽ ഏട്ടന്മാരും അഞ്ചന്മാരും കുടുംബക്കാരും എനിക്ക് അർഹതപ്പെട്ട തന്നെയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ മനസാക്ഷിക്ക് പടച്ചോനെ ദീനെതിരാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ചാൽ സന്തോഷത്തിൽ മരിക്കാൻ കഴിയും. ഒരൊറ്റ സംഭവം കൂടി പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുമ്പോ, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മകൾ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പ്രവാചകൻ 2 സ്വകാര്യം പറഞ്ഞു. ഒന്നാമത്തെ സ്വകാര്യത്തിന് ഫാത്തിമ ബീബി കരഞ്ഞു, രണ്ടാമത്തെ സ്വകാര്യത്തിന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ ചിരിച്ചു. ഒന്നാമത്തെ സ്വകാര്യം തന്നെ അറിയോ? മോളെ, ബാപ്പാക്ക് അവസാനത്തെ ആയത്തും ഇറങ്ങി, ബാപ്പ മരിക്കാൻ പോകുകയാണെന്നാ തോന്നുന്നത്. ഫാത്തിമ ബീബി കരഞ്ഞു. രണ്ടാമത് ഫാത്തിമ ബീബി ചിരിച്ചു. എന്താണ് ഇവ പറഞ്ഞറിയോ? അള്ളാഹുവിന്റെ വഹയുണ്ട്, ഫാത്തിമ, ഞാൻ മരിച്ചാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ അടുത്തതായി മരിക്കുക നീയായിരിക്കും. ബാപ്പ മരിച്ചാൽ അടുത്തത് മോളായിരിക്കും. ഫാത്തിമ ബീബി ചിരിച്ചു. എന്തേ കാരണറിയോ? പടച്ചോൻ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്ത് അള്ളാഹിനെ കണ്ടുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നവന് മരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ച അമലിന് കൂലി വാങ്ങാൻ പോവുക എന്നാണ്. ആ സന്തോഷം നമ്മളിലും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഈ ഖുതുബയുടെ ഒരു ആശയമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന ഒരൊറ്റ ഇസ്ലാമിക ചരിത്രം പറയാം. നമ്മൾക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മരണരംഗം. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കാണ്. ഇത് നമ്മുടെ മനസ്സിലൊരു നമ്മൾക്കൊരു ഈമാനിക ഊർജം കിട്ടാൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കാണ്. അപ്പൊ എല്ലാ സഹാബാക്കളും കാണാൻ വേണ്ടി വരികയാണ്. കാണാൻ വേണ്ടി വന്നു. അപ്പം പലർക്കും ബിലാൽ റളിയല്ലാഹു അൻഹു ഭയങ്കര മാനസികമായി അത്ര ഇഷ്ടപ്പെട്ട ആളാണ്. കാരണം പീഡനങ്ങളുടെ യാതനകൾക്കിടയിൽ ദീനിയായി നെഞ്ചൂക്കോടുകൂടി നിന്നാണ്. അടി കൊണ്ടിട്ട് കെലിമല്യ ആളാണ്. മണലിൽ കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ട് തൗഹീദിന് മാറാത്ത ആളാണ്. അവരുടെ ബാങ്കൊലി കേട്ടിട്ടാണ് പള്ളിക്കോലി വരല്. ആ ഇഷ്ടമുണ്ടല്ലോ, അതവരുടെ ജീവിതത്തിലുണ്ട്. അപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ മരിക്കുന്ന തൊട്ടു മുമ്പാണ്. അപ്പൊ ശാരീരികമായ അവസ്ഥ കണ്ടിട്ട് ബാക്കിയുള്ളവരിങ്ങനെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് കരഞ്ഞു.
ബിലാൽ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ലിമാദാ തബ്കുൻ, എന്തിനാടാ നിങ്ങൾ കരയണത് ചോദിച്ചു. അതിൽ സഹാബാക്കൾ പറഞ്ഞു, ബിലാലെ റളിയല്ലാഹു അൻഹു, ബിലാലെ എനിക്കറിയാലോ നീ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഇഷ്ടപ്പെട്ട ആളാണ്, എത്ര ഇഷ്ടപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൈസ കൊടുത്ത് നിന്നെ മോചിപ്പിച്ച അന്ന് മുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ അത്ര ഞങ്ങൾക്ക് നബി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ കഴിഞ്ഞ പിന്നെ നിന്നെ ഇഷ്ടം. ഞങ്ങൾക്കൊക്കെ പലരുണ്ട്, നീ ഒറ്റക്കല്ലടാ. ഇങ്ങോട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെയാണ് ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച്, നിന്നെയാണ് ഇഖാമത്ത് കൊടുക്കാൻ ഏൽപ്പിച്ച്, നിന്നെയാണ് പലതും നബി ഏൽപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ മദീന പള്ളിയുടെ ഈ വെള്ളം വീഴുന്ന നമ്മൾ പാത്തി എന്ന് പറയില്ലേ, ആ പാത്തി വെക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹുവിനോട് കയറാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ റളിയല്ലാഹുവിന് കയറാൻ സ്റ്റെപ്പ് ഉണ്ടായില്ല. എന്താ സമയം ചെയ്തറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുമ്പിട്ടുന്നു. റസൂലുള്ളാഹിന്റെ ഷോൾഡറിൽ ചവിട്ടിയിട്ട് ബിലാൽ റളിയല്ലാഹുവിന് കയറി. എത്ര തവണ ബിലാൽ റളിയല്ലാഹുവിനെ കരഞ്ഞറി, നബി ഞങ്ങളെ ഷോൾഡറിൽ ചവിട്ടാൻ പറ്റൂല. നബി പറഞ്ഞു, ബിലാലെ ഇയ്യ് കയറിക്കോ പറഞ്ഞു. ആ ബിലാൽ റളിയല്ലാഹുവിന് സഹാബാക്കൾ നിങ്ങൾ മരിച്ചു പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയണില്ല എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് സന്തോഷാണടാ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് സന്തോഷാണടാ. എന്നിട്ട് അതിന് ബിലാൽ റളിയല്ലാഹു പറഞ്ഞ കാരണം എന്താ അറിയോ? എന്താണ് സന്തോഷം പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ഞാൻ മരിക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. എന്റെ ശ്വാസം നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഖബറിക്ക് പോകുക എന്ന് പറഞ്ഞത് സന്തോഷമാണ്. എന്തേലും കാരണം പറഞ്ഞറിയോ? ഞാൻ ലോകത്ത്, ബിലാൽ റളിയല്ലാഹു വാക്കാട്ടോ, ഞാൻ ലോകത്ത് അള്ള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. ആ നബി എന്നെ വിട്ടുപോയിട്ട് കുറച്ചു കാലമായി. നബിയുടെ മരണശേഷം ഞാൻ ഓരോ നിസ്കാരത്തിന് ശേഷവും ഓരോ പ്രാർത്ഥനയിലും ഞാൻ അള്ളാഹുവിന്റെ പ്രാർത്ഥിക്കല്, അള്ളാഹുവേ എന്റെ നബിനെ വീണ്ടും കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കണേ, നബിന്റെ കൂടെ സ്വർഗത്തിൽ പോണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേൾക്കാറില്ലേ, എന്റെ തൊണ്ടയിടറും, കണ്ണ് നിറയും, ബാങ്ക് മുഴുവിക്കാൻ കഴിയാതെ ഞാൻ കുറച്ചേരം നിൽക്കും, ബാക്കി പിന്നീട് ഞാൻ പിന്നെയും ബാങ്ക് കൊടുക്കും. അപ്പോഴൊക്കെ ഞാൻ നബിനെ എങ്ങനെ കണ്ണു കാണും, നബിന്റെ കൂടെ സ്വർഗത്ത് പോകാൻ വേണ്ടി. അങ്ങനെയാണ് ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ മുന്നിക്ക് കുറെ ഹറാമ് നിങ്ങളെ പോലെയൊക്കെ വന്നു. മനുഷ്യനാണ് ഞാൻ. ആ ഹറാമിന്റെ കാഴ്ചയിലും പൈസയിലും അനുഭവത്തിലും ഇങ്ങനെ പോകാൻ നേരത്ത് എന്റെ കൈയിനോട് പറഞ്ഞു, മനസ്സിലാക്കണ്ട, ആ പറഞ്ഞു പറഞ്ഞത് മനസ്സാണ്, ബിലാലെ ആ കൈയോണ്ട് ആ പൈസ തൊടണ്ട കേട്ടോ, തൊട്ടാ പിന്നെ ആ കൈയോണ്ട് നബിനെ തൊടാൻ കഴിയില്ല. ഞാൻ കൈ ഇങ്ങോട്ട് പിൻവലിച്ചു. എല്ലാരും അങ്ങോട്ട് നോക്കി, കുഴപ്പമില്ല. എനിക്ക് നോക്കാൻ പോതിണ്ടേന്, പക്ഷെ എന്നോട് പറഞ്ഞു, ബിലാലെ ആ കണ്ണോണ്ട് അങ്ങോട്ട് നോക്കണ്ട, അള്ള നിരോധിച്ച കാഴ്ചയാണ്, നോക്കിയാ പിന്നെ നബിനെ കാണാൻ കഴിയില്ല. ബിലാലെ പലരെയും പോലെ നീ ആസ്വദിക്കണ്ട, അങ്ങനെ ആസ്വദിച്ചാൽ അപ്രകാരം ഹറാമായി ആസ്വദിച്ച ശരീരമായിട്ട് നബിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പടച്ചോൻ ഇഷ്ടപ്പെട്ട പ്രകാരം എന്റെ കണ്ണിനും കയ്യിനും ശരീരത്തിനും ആക്കി. ഇപ്പൊ എനിക്ക് സമാധാനാണ്. നാളെ മരിച്ചാൽ ഈ കൈ കൊണ്ടും ഈ കണ്ണുകൊണ്ടും ഈ ശരീരം കൊണ്ടും എന്റെ അള്ളാഹിനെയും റസൂലുള്ളാഹിനെയും കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ട് എന്റെ മരണം എനിക്ക് സന്തോഷാണ്. ഇതാണ് മുഅ്മിനിന് മരണം സന്തോഷാന്നതിന്റെ അർത്ഥം. നമുക്കങ്ങനെ ആകാൻ കഴിയണം. സമയം നമ്മളിങ്ങനെ ഒരു എഴുതിയേക്കണം, സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടോ പൂർത്തിയാക്കുക. ഒരാളെ ന്യായം കേൾക്കരുത് കേട്ടോ. അനന്തര സ്വത്തിൽ അനർഹമായി എടുത്തിട്ടുണ്ടോ, ഒരാളെ ഡയലോഗിനോ ഒരാൾ നിൽക്കണ്ട, ഒഴിവാക്കുക. ഇല്ലേ കുഴപ്പമില്ല. ആരാധന എവിടെയാ തിരുത്തേണ്ടത്? ഇപ്പോഴും എന്റെ ലാപ്ടോപ്പിൽ തോന്നിയാസുണ്ടോ, ഡിലീറ്റ് ആക്കി ജീവിതത്തിലേക്ക് വണങ്ങുക. ഇപ്പോഴും നിസ്കാരം പോകുന്നുണ്ടോ, ഒഴിവാക്കി നന്നാകുക. അങ്ങനെ ജീവിച്ചു നോക്കി. ഹജ്ജിന് പോയ ഒരാളോട് ചോദിച്ചു നോക്കി, ഇവിടുന്ന് പോകുമ്പോ കാര്യം, ഉംറക്ക് പോകുന്ന ഒരാൾ ഇവിടുന്ന് കാര്യം പോകണമെന്ന് ആലോചിച്ച കാര്യം, അവിടെ എത്തി തവാഫ് കഴിഞ്ഞ് ഹജ്ജിന്റെ കർമ്മം ഇങ്ങനെ കഴിഞ്ഞ് കഅബാലയത്തിന്റെ മുന്നിൽ സമാധാനത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ അവിടുന്ന് എന്താ മനസ്സിലാഗ്രഹിക്കാരോ, മരിക്കാണ്, ഇപ്പൊ മരിക്കണം. എന്തേ കാരണം സമങ്ങളെ, നാട്ടുകാരൊക്കെ കുടുംബക്കാരൊക്കെ നാട്ടിലല്ലേ, എന്തേ അവിടുന്ന് മരിക്കണം ആഗ്രഹിക്കാൻ എന്തറിയോ? ഇപ്പോ പടച്ചോൻ ഇഷ്ടപ്പെട്ടവനാണ്, എനിക്ക് ബാക്കിയൊന്നും വിഷയമല്ല. അള്ളാനെ കണ്ടുമുട്ടാൻ മനസ്സ് കൊതിക്കും. ദീനിയായി ജീവിച്ചാൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകളും അബദ്ധങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും തൗഹീദോടുകൂടി മുത്തഖിയായി മുവഹിദായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹറാമായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തഖ്വയും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, തെറ്റുകൾ മുഴുവൻ തൗബ ചെയ്ത് മടങ്ങാനുള്ള സാവകാശവും ദീർഘായുസ്സും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വാപ്പാക്കും ഉമ്മാക്കും നാഥ
നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നാഥാ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ വിദേശ നാടുകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നാഥ ജീവിതത്തിൽ സന്തോഷകരമായ ദാമ്പത്യവും നല്ല ജോലിയും നല്ല ജീവിതവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഈമാനോടുകൂടി മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.